കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റുവന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തുപാടും പോലെ എന്ന പാട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പാട്ടിൽ പറയുന്ന കുന്നിമണിയാണ് ഇത്, കുന്നിക്കുരു. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഇതിന് ഭയങ്കര വിഷമാണ്. ഈ കുരു ഉള്ളിൽ ചെന്നാൽ വിഷവസ്തുവാണ്. കാണാൻ ഉള്ള ചന്തമൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. ഇത് വിഷം നിറഞ്ഞ ഒരു സംഭവമാണ്. ഇനി ഇതിൻ്റെ ഔഷധ ഗുണമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ തൊടി മുഴുവൻ കുന്നിക്കുരു ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. അപ്പം അത് ഞാൻ പെറുക്കാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മണ്ണിലിങ്ങനെ പൂണ്ട് കിടക്കുകയാണ്. ഇതുകൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. കാരണം ഈ കുന്നിക്കുരു ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞാനിത് പെറുക്കി ഗുരുവായൂർ കൊണ്ടുപോയി ഇടാൻ പോവുകയാണ്. അപ്പോൾ വേലിച്ചോട്ടിൽ ഇതിങ്ങനെ വീണ് കിടപ്പുണ്ട്. അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ്. ഒപ്പം തന്നെ എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ള ഇതിൻ്റെ കുറച്ച് ഔഷധ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ സന്തോഷമായി. മണ്ണിലിങ്ങനെ പൂണ്ട് കിടക്കുകയാണ് മഴയത്ത്. പക്ഷെ ഇത് മുളയ്ക്കുന്നത് വരെ ഇതിനൊരു കേടുമില്ല, നല്ല ഭംഗിയാണ്. എൻ്റെ ചെറുപ്പകാലത്തെല്ലാം അച്ഛൻ ഞങ്ങളെ കണക്ക് പഠിപ്പിച്ചത് ഈ കുന്നിക്കുരു എണ്ണാൻ തന്നിട്ടാണ്. ഇത് പല കളികൾ കളിക്കാനും ഞങ്ങൾ ഉപയോഗിക്കും. പക്ഷെ ഇത് കഴിക്കരുതെന്ന് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞ് ഞങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യും. ഇത് ഒറ്റ ഇരട്ട കളിക്കാം നമുക്ക്. ഒന്നാണെങ്കിൽ ഒറ്റ, രണ്ടെണ്ണമാണെങ്കിൽ ഇരട്ട. അങ്ങനെ ഒറ്റ ഇരട്ട കളിക്കാൻ പറ്റും. സംഖ്യാബോധത്തിന് പറ്റും, 1 മുതൽ 100 വരെ. അല്ലെങ്കിൽ ഇത് പെറുക്കിയിട്ട് ആർക്കാണ് കൂടുതൽ കിട്ടിയേ, അങ്ങനെ ഗണിതത്തിൻ്റെ വിവിധ രീതികളെല്ലാം ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ കുന്നിക്കുരു വെച്ചാണ് പഠിച്ചത്. കുന്നി ചെടിയാണ് ഇത്, കുന്നിയുടെ ഇല, കുന്നിയില. പുളിയില പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ആകൃതി. ഇതിന് വലിയ ഒരു ബലമൊന്നുമില്ല, മൃദുലമാണ് ഇലകൾ, വളരെ മൃദുലം, സോഫ്റ്റാണ് ഈ ഇലകൾ. വള്ളിയായിട്ടാണ് ഇതിങ്ങനെ പടരുക. തൊടി മൊത്തം ഇങ്ങനെ വേലിയിൽ കൂടെ പടർന്ന് കിടപ്പുണ്ട്. പല വള്ളികളുമുണ്ട്, അതിൻ്റെ ഇടയിലാണ് കുന്നിവള്ളി ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കാട്ടുചേരുമരമാണ്. ഈ കാട്ടുചേരുമരത്തിൽ ഫുള്ള് ഈ ഒരു ചെടി പടർന്ന് കയറും, എന്നിട്ടാണ് കായ്ക്കാറ്. നമുക്ക് കുന്നിയുടെ കായ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇതാ കുന്നിയുടെ വള്ളിയിലാണ് ഈ കായ എങ്ങനെ നിൽക്കുന്നത്. ഇത് കണ്ടോ, പച്ചക്കായാണ്. ഇത് പഴുക്കുന്നേ ഉള്ളൂ. അപ്പോൾ പച്ച നിറത്തിലുള്ള ഈ കായ പൊട്ടിച്ചു കഴിഞ്ഞാൽ കുന്നിക്കുരുവിന് ചുവന്ന കളർ ഉണ്ടാവില്ല, വെള്ള കളറായിരിക്കും. ഇത് മൂത്ത് നല്ല ഒരു തവിട്ട് കളറാവുമ്പോൾ പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് ഇത് താഴത്തോട്ട് വീഴുന്നത്. ഇതെൻ്റെ വേലി മൊത്തം ഇങ്ങനെ കായ്ച്ച് കിടപ്പുണ്ട്. ഇതാ ഇനി ഇതിങ്ങനെ വകഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ ഇതാ കായകൾ ഇങ്ങനെ തൊങ്ങി നിൽക്കുകയാണ്. ഇതാ ഇതാ ഇങ്ങനെ ഈ വേലിയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. പഴുത്ത കായ ഇങ്ങനെ പൊട്ടിത്തെറിച്ചതിൻ്റെ ബാക്കിയാണിത്. ഈ കളറിലാണ് ഇത് കിട്ടുക. എന്താ ഇങ്ങനെയാവും ഇതിൻ്റെ തോട്, എന്നിട്ട് പൊട്ടി താഴെ വീഴുകയാണ് ചെയ്യുക. ഈ പച്ചക്കായ പറിച്ച് ഒന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഷേപ്പ് എന്ന്. നമുക്ക് ഈ പച്ചക്കായ ഒന്ന് തൊലിച്ച് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇതിന് വെള്ള കളറാണ്, ഇത് മൂത്തിട്ടില്ല. മുരിങ്ങയുടെ ഇലയാണ് ഇത്. മുരിങ്ങയുടെ ഇലയും കുന്നി ഇങ്ങനെ പച്ചക്കായോടുകൂടി പൊട്ടിച്ചെടുത്തതും ചേർത്ത്, രണ്ടും കൂടി ചേർത്ത് നല്ല പോലെ അരച്ചെടുത്ത്, സമാസമം അരച്ചെടുത്ത്, കാൽമുട്ട് വേദനയുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ച്, നല്ലപോലെ കുളിരെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ കാൽമുട്ട് വേദനയ്ക്ക് ശമനമുണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുന്നിയിലയും
കല്ലുപ്പും നാടൻ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചുരുട്ടി പഴുതാര, തേൾ, തേനീച്ച മുതലായ വിഷജന്തുക്കൾ കടിച്ച ഭാഗത്ത് പുരട്ടിയാൽ ആ വിഷം ശമിക്കുകയും വേദന കുറയുകയും നീര് വരാതെ ഇരിക്കുകയും ചെയ്യും. കാൽപാദങ്ങളിൽ കുറേ നേരം നമ്മൾ നിന്നാൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനൊക്കെ ഈ ഇല നല്ല പോലെ അരച്ച് കുഴമ്പ് ചേർത്ത് പുരട്ടിയാൽ മതിയാകും. തൊണ്ടമുഴ അഥവാ ഗോയിറ്ററിന്റെ ആരംഭത്തിൽ കഴുത്തിൽ ഇത് അരച്ചിടുന്നത് ആ ഒരു മുഴയുടെ വലിപ്പം വളരാതിരിക്കാൻ സഹായിക്കുമെന്ന് കാരണവന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ കുരു കൊടിയ വിഷം തന്നെയാണ്. അത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. പണ്ടുകാലത്ത് ഇവിടെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ആളുകൾ ആത്മഹത്യ ചെയ്യാൻ ഇതിൻ്റെ കുരു ഉപയോഗിച്ചു വരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇവിടെ പറയാൻ നിവൃത്തിയില്ല. കാരണം ആളുകളത് അനുകരിക്കും. അതുകൊണ്ട് തന്നെ അതിവിടെ ഞാൻ പറയുന്നില്ല. അപ്പം ഈ ഒരു കുരു കുട്ടികളൊന്നും ഉപയോഗിക്കരുത്, കളിക്കാൻ പോലും ഉപയോഗിക്കരുത്. അത് വയറ്റിൽ ചെന്നാൽ കൊടിയ വിഷമാണ്. കുന്നിക്കുരുവിൻ്റെ പ്രത്യേകത അതിന് ഒരേ അളവാണ്. അതുതന്നെ പണ്ടുകാലത്ത് ആളുകൾ സ്വർണം തൂക്കാൻ, കുന്നിക്കുരുവോളം സ്വർണം എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, സ്വർണം തൂക്കാൻ കുന്നിക്കുരു ഉപയോഗിച്ചിരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു ചെടി ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. എവിടെയും ഇത് അങ്ങനെ കാണപ്പെടുന്നില്ല. വേലിപ്പടർപ്പുകളിലും മരങ്ങളിലും പടർന്ന് വള്ളിയായി കയറി ഇത് ഇങ്ങനെ കാണാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ നാട്ടുംപുറത്ത് മാത്രമാണ് കാണുന്നത്. ഈ ഒരു മരത്തിൽ മുഴുവനും കുന്നിക്കുരുവള്ളി പടർന്നു കയറിയിട്ടുണ്ട് എൻ്റെ തൊടിയിൽ. ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിച്ച് വന്നത് നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി ആയിരുന്നു. ഇത് അരച്ചിട്ടാൽ കാലിലെയും കയ്യിലെയും മുഖത്തെയും ഒക്കെ നീർക്കെട്ടിന് ശമനമുണ്ടാകുമെന്ന് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരത് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. ഒരിക്കലൊരു അമ്മൂമ്മ ഗുരുവായൂർക്ക് പോകാൻ പുറപ്പെട്ടു. ഗുരുവായൂരപ്പന് എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് അമ്മൂമ്മ ആഗ്രഹിച്ചു. അവരങ്ങനെ വീട്ടിൽ പരതിയപ്പോൾ ഒന്നും കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നില്ല. അവർ വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു അമ്മൂമ്മയായിരുന്നു. അവർക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഗുരുവായൂരപ്പനെ മാത്രം ഭജിച്ചു കഴിയുന്ന ഒരു അമ്മൂമ്മയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവർ തൊടിയിൽ പോയി നോക്കുമ്പോൾ കുറച്ച് കുന്നിക്കുരു അവിടെ കിടക്കുന്നത് കണ്ടു. അതെല്ലാം പെറുക്കിയെടുത്ത് അവർ ഗുരുവായൂരപ്പന് കൊടുക്കാൻ വേണ്ടി പോയി. ഉണ്ണിക്കണ്ണനല്ലേ, രാത്രി വന്ന് അത് കണ്ട് സന്തോഷിക്കും. എൻ്റെ അടുത്ത് അതേ തരാനുള്ളൂ കൃഷ്ണ, ഗുരുവായൂരപ്പ. അതും പറഞ്ഞവർ ആ കുന്നിക്കുരുവും കൊണ്ട് ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പോയി വഴിയിലെത്തിയപ്പോൾ അവിടെ അവരുടെ കുന്നിക്കുരുവെല്ലാം ചിതറിപ്പോയി. അപ്പോൾ ഒരു ഉണ്ണി അവിടെ വരികയും ആ കുന്നിക്കുരുവെല്ലാം പെറുക്കി അമ്മൂമ്മയ്ക്ക് കൊടുക്കുകയും ഗുരുവായൂരമ്പലത്തിലെ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു ഉരുളി വെച്ച് അതിനുള്ളിൽ കൊണ്ടുപോയി ഇടാൻ പറയുകയും ചെയ്തു. അമ്മൂമ്മ പതുക്കെ പതുക്കെ നടന്ന് നാലമ്പലത്തിലെത്തുകയും അവിടെ ഒരു ഉരുളി കാണുകയും അതിൽ അവർ കൊണ്ടുവന്ന കുന്നിക്കുരു ഇടുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് അവർ നോക്കുമ്പോൾ അതാ ഒരു ഉണ്ണി, ആ കുന്നിക്കുരു പെറുക്കി തന്ന ഉണ്ണി വന്ന് അത് വാരി വാരി കളിക്കുന്നു. അവർ അത്ഭുതപ്പെട്ടുപോയി. അതേ ഉണ്ണി എങ്ങനെ ഇത്രയും ദൂരം കടന്ന് ഇവിടെ എത്തി? അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചു നോക്കിയത്. തലയിൽ മയിൽപ്പീലി ചൂടിയിട്ടുണ്ട്. മയിൽപ്പീലി ചൂടിയ ഉണ്ണിക്കണ്ണൻ ഒരു മുണ്ടും ഉടുത്തിട്ടുണ്ട്. കയ്യിലൊരു ഓടക്കുഴലുമുണ്ട്. അവർ അത്ഭുതപ്പെട്ടുപോയി. അതെ, ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഉണ്ണിയുടെ രൂപത്തിൽ വന്ന് കുന്നിക്കുരു എൻ്റെ സ്വീകരിച്ചിരിക്കുന്നു. അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അവർ വീണു തൊഴുതു. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. അന്നു മുതലത്രേ കുന്നിക്കുരു വഴിപാടായി ആളുകൾ ആ ഉരുളിയിൽ കൊണ്ടുപോയി ഇടുന്നത് എന്ന് പറയപ്പെടുന്നു. ഇപ്പോഴും ഗുരുവായൂരമ്പലത്തിനകത്ത് ആളുകൾ കുന്നിക്കുരു കൊണ്ട് തുലാഭാരം നേരുന്നുണ്ട്, തുലാഭാരം തൂക്കുന്നുണ്ട്. കൂടാതെ ആ ഉരുളിയിൽ കുന്നിക്കുരു കൊണ്ടുപോയി നിക്ഷേപിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം അത് വാരിക്കളിക്കാറുമുണ്ട്. ഉണ്ണിക്കണ്ണന് കുന്നിക്കുരു കൊണ്ട് കളിക്കുന്നത് ഇഷ്ടമാണെന്ന് പറയപ്പെടുന്നു.